നമസ്തേ, എല്ലാവർക്കും നമ്മുടെ സഹൃദയ ഹിന്ദി സ്റ്റഡി ക്ലാസ്സിലേക്ക് സ്വാഗതം. കുട്ടികളെ, നാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ഛായാവാദി കാവ്യധാരയിലെ ശ്ലാഘ പുരുഷ് എന്ന പേരിൽ അറിയപ്പെടുന്നതും അതുപോലെ തന്നെ ഛായാവാദിലെ രുദ്ര എന്ന പേരിൽ അറിയപ്പെടുന്ന മുക്തകചന്ദിന്റെ പ്രവർത്തകനായ സൂര്യകാന്ത് ത്രിപാഠി നിരാലയെ കുറിച്ചാണ് നാം ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. सूर्यकांत त्रिपाठी निराला. श्री सूर्यकांत त्रिपाठी निराला का जन्म सन 1896 ईस्वी में बंगाल के महिषादल में हुआ था. उनके पिता पंडित राम सहाय तिवारी कान्यकुब्ज ब्राह्मण थे और उन्नाव जिले के गडाकोला गांव में रहते थे. बचपन में इनका नाम सूर्य कुमार था, जिसे बाद में इन्होंने सूर्यकांत में बदल दिया. सूर्यकांत त्रिपाठी निराला 1896 ബംഗാളിലെ മഹിഷാദൽ എന്ന സ്ഥലത്താണ് ജനിച്ചിരിക്കുന്നത്. കുട്ടിക്കാലത്ത് ഇദ്ദേഹത്തിന്റെ പേര് സൂര്യകുമാർ എന്നായിരുന്നു. 1917-18 കാലയളവിൽ ഇദ്ദേഹം തൻ്റെ പേരിനെ സൂര്യകാന്ത് എന്നാക്കി മാറ്റി. 14 वर्ष की उम्र में मनोहरा देवी से निराला का विवाह हुआ. उनकी पत्नी की प्रेरणा से वे कविता करने लगे. നമുക്കിനി നിരാലയുടെ പ്രധാനപ്പെട്ട രചനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. कृतित्व. निराला जी की प्रतिभा बहुमुखी थी. वे मूलतः कवि थे, पर कहानी, उपन्यास, निबंध आदि अन्य विधाओं में भी उन्होंने लगभग 40 ग्रंथों की रचना की. उनकी प्रमुख रचनाएं. ആദ്യം നമുക്ക് നിരാലയുടെ കാവ്യരചനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അനാമിക, പരിമൾ, ഗീതിക, തുളസീദാസ്, കുകുർമുത്ത, അണിമ, നയേ പത്തേ, ബേള, अर्चना, आराधना, गीत गूंज, संध्याकालीन, राम की शक्ति पूजा, जूही की कली, संध्या सुंदरी, बादल राग, സരോജ് സ്മൃതി ആദി. അദ്ദേഹത്തിന്റെ ചെറു കവിതകളാണ് ജാഗോ ഭിർ ഏക് ബാർ, ഭിക്ഷുക്, തോട്ടി പത്തർ ആദി. എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. സെറ്റിന്റെയും നെറ്റിന്റെയും മിക്ക എക്സാമുകൾക്കും നമ്മുടെ ഏതെങ്കിലും കവിമാരുടെ രചനകൾ തന്നിട്ട് അവയെ വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഓർഡറിൽ എഴുതാൻ വേണ്ടി ചോദിക്കും അല്ലേ. നമുക്കിപ്പോൾ ഓരോ കവിമാരും എഴുതിയ അല്ലേ കവിതയെ നോക്കിയിട്ട് ആ വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് ഇവയെ ഒരു ട്രിക്കിലൂടെ പഠിച്ചു വെക്കാം. അനാമിക, പരിമൾ, ഗീതിക, തുളസീദാസ് ഇവയെ നമുക്ക് ഓർഡറിലൊന്ന് മനസ്സിലാക്കി വെക്കാം. എങ്ങനെയാണത്? അപ്പഗീത് എന്ന് പഠിച്ചു വെക്കുക. എന്താണ് അപ്പഗീത്? അപ്പൊ അപ്പഗീത് എന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? അനാമിക, പരിമൾ, ഗീതിക, തുളസീദാസ്. അടുത്തത് കുകുർമുത്ത, അണിമ, നയേ പത്തേ, ബേള. ഇവയെ നമുക്ക് ട്രിക്കിലൂടെ എങ്ങനെ മനസ്സിലാക്കാം? കുവാനബേ എന്ന് പഠിച്ചു വെക്കുക. ആണ് കുവാനബേ. ഏതൊക്കെയാണ്? കുകുർമുത്ത, അണിമ, നയേ പത്തേ, ബേള. ശേഷമുള്ളത് ഏതൊക്കെയാണ്? അർച്ചന, ആരാധന, ഗീത് ഗൂഞ്ച്. ഒന്ന് ഓർത്ത് വെക്കണേ, എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ അപഗീതെന്നോ അല്ലെങ്കിൽ കുവാനബേന്നോ ഒക്കെ പഠിച്ചു വെക്കാം കേട്ടോ. എല്ലാവർക്കും നിരാലയുടെ പ്രധാനപ്പെട്ട കാവ്യരചനകൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് നിരാലയുടെ പ്രധാനപ്പെട്ട കഹാനി സംഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ലില്ലി, സഖി, ചതുരി ചമാർ, സുഗുൾ കി ബേബി. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. മിക്ക എക്സാമുകൾക്കും പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. നോക്ക്, സഖി, ലില്ലി, ചതുരി ചമാർ, സുഗുൾ കി ബേബി. ഇത് നിരാലയുടെ പ്രധാനപ്പെട്ട കഹാനി സംഗ്രഹങ്ങളാണ്. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉപന്യാസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നോക്ക്, അപ്സര, അളക, നിരുപമ, പ്രഭാവതി, छोटी की पकड़, बिलेसुर बकरिया, कुल्लीभाट, चमेली आदि. ഇവിടെ കുല്ലിഭാട്ട്, ബില്ലേസുർ ബക്കരിയ,
അപ്സര, അളക എന്നീ രചനകൾ പല പ്രാവശ്യം നെറ്റിൻ്റെയും സെറ്റിൻ്റെയും അതുപോലെ തന്നെ കേട്ടിട്ടിൻ്റെയും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. നിരാലയുടെ പ്രധാനപ്പെട്ട ഉപന്യാസങ്ങളാണ് അപ്സര, അളക, നിരൂപമ, പ്രഭാവതി, ചോട്ടി കി പകഡ്, ബിലേസുർ ബക്കരിയ, കുല്ലിഭാട്ട്, ചമേലി ആദി. ഇനി നമുക്ക് നിരാലയുടെ പ്രധാനപ്പെട്ട നിബന്ധ സംഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചാബുക്, പ്രബന്ധ് പ്രതിഭ, പ്രബന്ധ് പദ്യ. ഇവിടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഈ ചാബുക് എന്ന നിബന്ധ സംഗ്രഹ ഇത് സെറ്റിൻ്റെ ആണെങ്കിലും നെറ്റിൻ്റെ ആണെങ്കിലും കേട്ടിട്ടിൻ്റെ ആണെങ്കിലും ശരി തന്നെ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ഈ ഒരു രചന കാണാൻ സാധിക്കുന്നതാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചാബുക്ക് എന്ന് പറയുന്നത് നിരാലയുടെ പ്രധാനപ്പെട്ട നിബന്ധ സംഗ്രഹമാണ്. ഏതൊക്കെയാണ് നിരാലയുടെ പ്രധാനപ്പെട്ട നിബന്ധ സംഗ്രഹങ്ങൾ? ചാബുക്, പ്രബന്ധ് പ്രതിഭ, പ്രബന്ധ് പദ്യം. ഇവിടെ ചാബുക്ക് ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് നിരാലയുടെ പ്രധാനപ്പെട്ട നിബന്ധങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നാം ആദ്യം പറഞ്ഞത് നിബന്ധ സംഗ്രഹമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട നിബന്ധകൾ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. നോക്ക്, കവി ഓർ കവിത, പന്ത്ജി ഓർ പല്ലവ്, ദോ മഹാകവി, ഗോസ്വാമി തുളസീദാസ് ഓർ രവീന്ദ്രനാഥ്. ഏതൊക്കെയാണിടെ? കവി ഓർ കവിത, പന്ത്ജി ഓർ പല്ലവ്, ദോ മഹാകവി, ഗോസ്വാമി തുളസീദാസ് ഓർ രവീന്ദ്രനാഥ്. ഇവിടെയും ശ്രദ്ധിക്കുക, പന്ത്ജി ഓർ പല്ലവ്, ദോ മഹാകവി മിക്ക എക്സാമിനും ചോദിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ആലോചനാ ഗ്രന്ഥം ഏതാണെന്ന് നോക്കാം. രവീന്ദ്ര കവിത കാനൻ. നിരാലയുടെ പ്രധാനപ്പെട്ട ആലോചനാ ഗ്രന്ഥാണ് രവീന്ദ്ര കവിത കാനൻ. അടുത്തത് ജീവനി. റാണ പ്രതാപ്, പ്രഹ്ലാദ്, ഭീഷ്മ, ശകുന്തള, ധ്രുവ്. ഏതൊക്കെയാണിടെ ജീവനി? റാണ പ്രതാപ്, പ്രഹ്ലാദ്, ഭീഷ്മ, ശകുന്തള, ധ്രുവ്. ഇവിടെയും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഈ പ്രഹ്ലാദ് അതുപോലെ റാണ പ്രതാപ് ഇതൊക്കെ മിക്ക എക്സാമിനും ചോദിച്ചിട്ടുള്ളതാണ്. ഇത് ഏത് പ്രോക്തിയാണെന്നും അതുപോലെ ഇത് ആരെഴുതിയ രചനയാണെന്നൊക്കെ മിക്ക എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. പ്രഹ്ലാദ്, റാണ പ്രതാപ്, ഭീഷ്മ, ശകുന്തള, ധ്രുവ് ഇത് നമ്മുടെ നിരാലാജിയുടെ പ്രധാനപ്പെട്ട ജീവനികളാണ്. നിരാലയുടെ പ്രധാനപ്പെട്ട രചനകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നിരാലാജിയുടെ പ്രധാനപ്പെട്ട ഓരോ രചനകളെയും കൂടുതൽ മനസ്സിലാക്കി പഠിച്ചു പോകാം. നോക്കാം. ജൂഹി കി കലി ഇത് എഴുതിയിരിക്കുന്നത് 1916 1916 ജൂഹി കി കലി എഴുതിയിരിക്കുന്നത്. യഹ് നിരാല की हिंदी में लिखी हुई प्रथम रचना मानी जाती है. ജൂഹി കി കലി 1916 എഴുതിയിരിക്കുന്നത്. ഇത് നിരാലയുടെ ഹിന്ദിയിൽ എഴുതിയ ആദ്യത്തെ രചനയാണ്. അതുപോലെ തന്നെ ഇത് സരസ്വതി പത്രികയിലാണ് ഇത് ആദ്യമായി അച്ചടിച്ചത്. അടുത്തത് തുളസീദാസ്. तुलसीदास एक खंड काव्य के रूप में प्रसिद्ध है, जिसमें तुलसीदास और उनकी पत्नी रत्नावली का प्रसिद्ध प्रसंग है. അടുത്തത് सरोज स्मृति. सरोज स्मृति एक शोक गीत है जिसे निराला जी ने अपनी युवा पुत्री के निधन पर लिखा था. इसे हिंदी के सर्वश्रेष्ठ शोक गीत की मान्यता मिली है. സരോജ സ്മൃതി നമ്മുടെ നിരാലയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു രചനയാണ്. 1936 ഇത് എഴുതിയിരിക്കുന്നത്. അതുപോലെ ഓർത്തിരിക്കുക, ഇത് സുധാ പത്രികയിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അടുത്തത് രാം കി ശക്തി പൂജ. രാം കി ശക്തി പൂജ നിരാല की महत्वपूर्ण उपलब्धि है. निराला की कालाजयी रचना है राम की शक्ति पूजा. इसमें राम और रावण के भीष्म युद्ध का वर्णन है. यह एक प्रबंधात्मक रचना है. राम की शक्ति पूജ നിരാലയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു രചനയാണ്. ഇതൊരു പ്രബന്ധാത്മക രചനയാണ്. ഇതിൽ രാവണനും രാമനും തമ്മിലുള്ള ഭീഷണമായ യുദ്ധത്തെക്കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത്.
1936 ഒക്ടോബർ 26 ഇലഹാബാദിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ദൈനിക പത്രമായ ഭാരതത്തിലാണ് ആദ്യമായി രാംകി ശക്തി പൂജ പ്രസിദ്ധീകരിച്ചത്. इसकी कथावस्तु बंगला के कृतिवास रामायण के एक प्रसंग पर आधारित है. ഇവിടെ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ, രാംകി ശക്തി പൂജ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് 1936 ദൈനിക പത്രമായ ഭാരതത്തിലാണ്. അപ്പോൾ ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇലഹാബാദിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇത് ഖഡീബോലി ഭാഷയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഈ രാംകി ശക്തി പൂജ എന്ന രചന ഖഡീബോലി ഭാഷയിലാണ്. അതുപോലെ തന്നെ ഇതൊരു പ്രബന്ധാത്മക രചനയാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. നമുക്കിനി അടുത്ത കവിത നോക്കാം. കുകുർമുത്ത. कुकुरमुत्ता निराला की व्यंग्य प्रधान रचना है. इस कविता में कुकुरमुत्ता सर्वहारा वर्ग का प्रतीक है और गुलाब पूंजीपति वर्ग का. इसमें निराला ने उर्दू और अंग्रेजी के शब्दों का बहुत प्रयोग किया है. കുകുർമുത്ത എന്നത് നിരാലയുടെ വ്യംഗ്യപ്രധാനമായിട്ടുള്ള ഒരു രചനയാണ്. ഈ കവിതയില് കുകുർമുത്ത സർവഹാര വർഗത്തിന്റെ പ്രതീകമായിട്ടും ഗുലാബിനെ പൂഞ്ചപതി വർഗത്തിന്റെ പ്രതീകമായിട്ടുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. കുകുർമുത്തയുടെ ഭാഷ ഉർദുവും അംഗ്രേസിയും കലർന്ന ഹിന്ദി ഭാഷയാണ്. കുകുർമുത്ത की ഭാഷ ഉർദു അംഗ്രേസി മിശ്രിത് ഹിന്ദി है. അടുത്ത പോയിന്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. കുകുർമുത്ത ഛായാ വിരോധി और പ്രഗതിവാദി और काव्य आभिजाति से मुक्ति का संदेश देने वाला पहला काव्य है. നമ്മുടെ സെറ്റിന്റെയും നെറ്റിന്റെയൊക്കെ എക്സാമിന് ചോദിച്ചു കണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാവ്യ ആഭിജാത്യത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയുള്ള സന്ദേശം നൽകുന്ന ആദ്യത്തെ കാവ്യം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണത്? കുകുർമുത്തയാണ്. കുകുർമുത്ത ഛായാ വിരോധി और प्रगतिवादी और काव्य आभिजाति से मुक्ति का संदेश देने वाला पहला काव्य है. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോടെ? ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റുള്ള പോയിന്റുകൾ നോക്കാം. നോക്കൂ, कवि के संबंध में अन्य तथ्य. हिंदी साहित्य जगत में निराला के लिए महाप्राण शब्द का प्रयोग भी किया जाता है. गंगा प्रसाद पांडे महाप्राण निराला आलोचना पुस्तक लिखकर यह नाम किया था. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഹിന്ദി സാഹിത്യ ലോകത്ത് നിരാലയ്ക്ക് മഹാപ്രാണ് എന്നുള്ള ഒരു പേര് കൂടി ഉണ്ട്. ഈ മഹാപ്രാണ് എന്ന പേര് നൽകിയിരിക്കുന്നത് ഗംഗാപ്രസാദ് പാണ്ഡെയാണ്. അദ്ദേഹം എഴുതിയ ആലോചനാ പുസ്തകമാണ് മഹാപ്രാണ് നിരാല. മഹാപ്രാണ് നിരാല എന്ന ആലോചനാ പുസ്തകം എഴുതിയത് ആരാണിടെ? ഗംഗാപ്രസാദ് പാണ്ഡെയാണ്. അടുത്ത പോയിന്റ് നോക്കാം. निराला को मुक्तक चंद का प्रवर्तक भी कहा जाता है. നമ്മുടെ നിരാലയെ മുക്തക ചന്ദിന്റെ പ്രവർത്തകനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അടുത്ത പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കുക. മുക്തക ചന്ദ് को केचुआ या रबर चंद भी कहा जाता है. മുക്തക ചന്ദിനെ കേച്ചുവ അല്ലെങ്കിൽ റബ്ബർ ചന്ദ് എന്നും കൂടി പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നിരാല ഛായാവാദിലെ രുദ്ര എന്ന പേരിലും അറിയപ്പെടുന്നു. निराला को छायावाद के रुद्र भी माने जाते हैं. അടുത്ത പോയിന്റ് നോക്കൂ. निराला को छायावाद प्रगतिवाद इन दोनों आंदोलनों का पद प्रवर्तक भी कहा जाता है. സൂര്യകാന്ത് ത്രിപാഠി നിരാല ഛായാവാദിന്റെയും പ്രഗതിവാദിന്റെയും പദപ്രവർത്തകൻ എന്ന പേരിലും അറിയപ്പെടുന്നു. അടുത്ത പോയിന്റ് നോക്കൂ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. निराला को छायावाद के श्लाका पुरुष भी कहा जाता है. ഛായാവാദിലെ ശ്ലാക്കാ പുരുഷ് എന്നറിയപ്പെടുന്നതും സൂര്യകാന്ത് ത്രിപാഠി നിരാലയാണ്. അടുത്ത പോയിന്റ്. निराला ने कवित्व को हिंदी का जातीय छंद कहा है. നിരാല കവിത്തിനെ ഹിന്ദിയിലെ ജാതീയ ചന്ദ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക.
അടുത്ത പോയിന്റ് നോക്കാം. निराला को ओज एवं औदातिक का कवि माना जाता है. डॉक्टर रामविलास शर्मा ने इनको ओज एवं औदातिक का कवि कहा है. डॉक्टर രാംവിലാസ് ശർമ്മയാണ് നിരാലയെ ഓജ് ഏവം ഔദാത്തിക കവി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതൊന്ന് ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അടുത്ത പോയിന്റ് നോക്കാം. ആചാര്യ നന്ദ ദുലാരെ വാജ്പേയി ने निराला को शताब्दी का कवि कहा है. സൂര്യകാന്ത് ത്രിപാഠി നിരാലയെ ശതാബ്ദിയുടെ കവി എന്ന് വിളിച്ചിരിക്കുന്നത് ആചാര്യ നന്ദ ദുലാരെ വാജ്പേയി ആണ്. അടുത്ത പോയിന്റ് നോക്കുക. ജാഗോ ഫിർ ഏക് ബാർ, ബാദൽ രാഗ്, കുകുർമുത്ത ഇവ നിരാല മുക്തകചന്ദിൽ എഴുതിയ കവിതകളാണ്. ഏതൊക്കെയാണ് മുക്തകചന്ദിൽ എഴുതിയിരിക്കുന്ന കവിതകൾ? ജാഗോ ഫിർ ഏക് ബാർ, ബാദൽ രാഗ്, കുകുർമുത്ത ആദി. ഇതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റും കൂടെ ഉണ്ട്. മഹാവീർ പ്രസാദ് ദ്വിവേദിയുടെ സഹയോഗത്തിലൂടെ സമന്വയ പത്രികയുടെ എഡിറ്ററായിട്ട് നമ്മുടെ നിരാല സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സുധാ പത്രികയുടെ എഡിറ്ററായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ മധുവാല പത്രികയുടെ എഡിറ്ററായിട്ടും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇത്രയും പോയിന്റുകൾ നിങ്ങൾ നന്നായി മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ ഇത്രയും പോയിന്റുകൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി കാണും എന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.